ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സൂപ്പർ കൺമണിയുടെ പ്രൊമോ റിവ്യൂ ആണ് പറയുന്നത്. നാളത്തെ അത്യാവശ്യ ശോകമായിട്ടുള്ള എപ്പിസോഡാണെങ്കിലും കൺമണിയുടെ വക ഒരു ഹീറോയിസം സീനൊക്കെ വരുന്നുണ്ട്. പൊതുവേ സൂപ്പർ കൺമണിയുടെ ശൈലി അനുസരിച്ച് നിങ്ങൾക്കറിയാമല്ലോ, ഒരു ദിവസം നല്ല സീൻസ് ആണെങ്കിൽ അടുത്ത ദിവസം ഒരു ശോകം സീൻ ഉറപ്പാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ എപ്പിസോഡും വന്നിരിക്കുന്നത്. ഇനി നമുക്ക് എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് പോവാം. അപ്പോൾ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് വിഷമിച്ച് നിൽക്കുന്ന അമ്മായിമാരെയും നമ്മുടെ മനോജിനെയും ഒക്കെയാണ്. അപ്പം മനോജ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാണുമ്പോൾ ഉടനെ ധനലക്ഷ്മി പറയുന്നുണ്ട്, ആക്ഷേപ സ്വരത്തിൽ പറയുന്നുണ്ട്, ഈ ആപത്തിൽ നിന്ന് കരകയറ്റാൻ ആരെങ്കിലും ഒന്ന് അയക്കുമെന്ന് മേലോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നു പറയുന്നുണ്ട്. ആ സമയത്ത് കൃത്യമായിട്ട് ആരോ പറഞ്ഞു വെച്ച പോലെ തന്നെ നമ്മുടെ വരുൺ അവിടെ ഷോ കാണിക്കാൻ വേണ്ടി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ധനലക്ഷ്മി മേനും തമ്മിൽ എന്തൊക്കെയോ ടൈപ്പ് ഉണ്ടെന്ന്. എനിവേ, ഇത് കാണുന്ന അച്ഛനും കൺമണിക്കൊക്കെ ഒരു ഞെട്ടലായിരിക്കും. കാരണം വരുണാണെന്നറിയില്ല, ഒരു കാറ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പം എന്നിട്ട് മനോജൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമായിരിക്കും. ധനലക്ഷ്മി പക്ഷേ ഭയങ്കര ചിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവർ തമ്മിൽ എന്തൊക്കെയോ കണക്ഷനൊക്കെ ഉണ്ടെന്ന്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അച്ഛനെയും കൺമണിയും വരുണിനെയാണ്. നമ്മുടെ വരുൺ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് സംസാരിക്കുകയാണ്. ഇങ്ങനെ ഇവിടെയാണ് നോട്ടീസ് ഒട്ടിച്ചതെങ്കിലും എൻ്റെ വീട്ടിൽ ഒട്ടിച്ച പോലെ എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ധനലക്ഷ്മി ഭയങ്കര ഇതിൽ ഞാൻ വിളിച്ച പോലെ ദൈവം അയച്ചതാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മായിമാർ കാണുമ്പോൾ അമ്മായിമാർ ഇങ്ങനെ ഭയങ്കര സാധാരണത്തോടെ വരുണ നോക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ കൺമണിയാണെങ്കിൽ സ്ഥിരമുള്ള പോലെ തന്നെ ഡയലോഗ് ഇട്ടങ്ങ് 8 നിലയിൽ വരുണ്ട പ്ലാൻ പൊട്ടിക്കുക എന്ന് തന്നെയാണ് കൺമണിയുടെ ശ്രമം. അതുപോലെ കൺമണി അങ്ങ് പറയുന്നുണ്ട്, ഈ വിഷയം ഞങ്ങൾ തന്നെ തീർത്തോളാം എന്ന് കൺമണി വരുണ്ടേയും വരണ്ട അച്ഛൻ്റെ മുഖത്തടിച്ചങ്ങ് പറയുന്നുണ്ട്. ഇത് കാണുമ്പോൾ വരുണും വരണ്ട അച്ഛനും ചമ്മി നിൽക്കുന്ന പോലെ തന്നെയാണ് നിൽക്കുന്നത്. ഉണ്ടാക്കിയ പ്ലാനൊട്ട് പൊളിയുകയും ചെയ്ത് പെട്രോൾ കാശ് പോവുകയും ചെയ്ത് ആ അവസ്ഥയാണ് വരുണ്ടത്. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് നമ്മളെ ധനലക്ഷ്മിയാണ്. പറയുന്നുണ്ട്, ഇപ്പം കണ്ടതൊന്നും അല്ല കാഴ്ച, ഇനി കാണാൻ പോകുന്നതാണ് കാഴ്ച എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അമ്മായിമാരാണെങ്കിൽ ഞെട്ടി എണീച്ച് ഇനി എന്തൊക്കെയായി ഇവിടെ നടക്കാൻ പോകണമെന്ന് മനസ്സിലാകാത്ത രീതിയിൽ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് കൺമണിയെയും അച്ഛനെയാണ്. കൺമണി പറയുന്നുണ്ട്, ഞാൻ ഈ കടങ്ങളെല്ലാം വീട്ടു അച്ഛ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എപ്പോഴും ഉള്ളതുപോലെ തന്നെ നമ്മുടെ ശ്രീനിവാസൻ്റെ കെട്ടിപ്പിടിച്ചുള്ള കരച്ചിൽ ട്രാക്ക് തന്നെ പിന്നെ അവിടെ ഓടുവാണ്. അത് കണ്ട് കൺമണി ഇമോഷണൽ ആവുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ പ്രൊമോ. എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും പുതിയ പുതിയ എപ്പിസോഡിൻ്റെ പ്രൊമോസും റിവ്യൂസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.